ബൈക്കിൽ കാറിടിച്ച് 2 പേർ കൊല്ലപ്പെട്ട കേസിൽ 17കാരന് അറസ്റ്റിലായി. 15 മണിക്കൂറിനുള്ളിൽ ജാമ്യവും. ശനിയാഴ്ച രാത്രിയാണ് 17കാരൻ ഓടിച്ച പോർഷെ കാറിടിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവും യുവതിയും കൊല്ലപ്പെട്ടത്. പൂനെയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ മകനാണ് പ്രതി. പ്രായപൂർത്തിയാകാത്ത പ്രതിക്ക് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം ലഭിച്ചതെന്ന് അഭിഭാഷകൻ പറഞ്ഞു. യർവാഡ ട്രാഫിക് പോലീസിനൊപ്പം 15 ദിവസം പ്രവർത്തിക്കണം. റോഡ് അപകടങ്ങളെക്കുറിച്ച് ഉപന്യാസം എഴുതണം. മദ്യപാനത്തിന് ചികിത്സ തേടണം. കൗൺസിലിംഗ് സെക്ഷനുകളിൽ പങ്കെടുക്കണം എന്നിവയാണ് കോടതിയുടെ നിർദ്ദേശവും. മധ്യപ്രദേശിൽ നിന്നുള്ള എഞ്ചിനീയർമാരായ അനീഷ് അവാദിയ, അശ്വിനി കോഷ്ത എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. പൂനെയിലാണ് ഇരുവരും ജോലി ചെയ്തിരുന്നത്. ശനിയാഴ്ച രാത്രി 2:15 സുഹൃത്തുക്കളുമൊത്ത് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് ശേഷം മടങ്ങവെയാണ് ഇരുവരും സഞ്ചരിച്ച ബൈക്കിൽ പോർഷെ ഇടിച്ചത്. മണിക്കൂറിൽ 200 കിലോമീറ്ററിലധികം സ്പീഡിലാണ് പോർഷെ ഓടിച്ചിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ 20 അടിയോളം മുകളിലേക്ക് പറന്നുയർന്ന അശ്വിനി ശക്തമായി താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നും പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുകളിലാണ് അനീഷ് വീണതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇരുവരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. കാറിനുള്ളിൽ ഡ്രൈവർക്ക് പുറമെ 2 പേരുണ്ടായിരുന്നതായി ദൃക്സാക്ഷിയായ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. അതിലൊരാൾ രക്ഷപ്പെടുകയും മറ്റു 2 പേരെ നാട്ടുകാർ ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു. 15 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തെന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. 12ാം ക്ലാസ് പരീക്ഷ പാസ്സായതിന് പബ്ബിൽ പാർട്ടി നടത്തിയതിനു ശേഷം മടങ്ങുകയായിരുന്നു പ്രതിയും സുഹൃത്തുക്കളും. കാറിന് നമ്പർ പ്ലേറ്റുമില്ലായിരുന്നു. മരണപ്പെട്ടവരിൽ ഒരാളുടെ സുഹൃത്തിന്റെ പരാതിയിൽ അപകടമാവും വിധത്തിൽ വാഹനമോടിച്ചതിനും അശ്രദ്ധമായി വാഹനമോടിച്ച് മരണത്തിനിടയാക്കിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയുടെ പിതാവിനെയും പബ് ഉടമയെയും പ്രതി ചേർക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഹീനമായ കുറ്റകൃത്യമായതിനാൽ പ്രതിയെ പ്രായപൂർത്തിയായതായി കണക്കാക്കണമെന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പൂനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാർ പറഞ്ഞു. പ്രതിക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ പോലീസ് സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുട്ടി മദ്യപിച്ചാണ് വാഹനമോടിച്ചതെന്ന് വ്യക്തമായതായി കമ്മീഷണർ പറഞ്ഞു. കൗമാരക്കാരനും സുഹൃത്തുക്കളും അമിതമായി മദ്യപിച്ചിരുന്നതായി നിരവധി ദൃക്സാക്ഷികൾ പറഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.